ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ വെജിറ്റബിൾ സ്റ്റൂവുമായിട്ടാണ്. അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും പൂരിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്റ്റൂവുമായിട്ടാണ്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. നമുക്ക് സ്റ്റൂവിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 3 മീഡിയം സൈസിലെ ഉരുളക്കിഴങ്ങ്, 3 ക്യാരറ്റ്, 6 ബീൻസ്, ഇത്രയുമാണ് ഞാനിവിടെ ചെറുതായി കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. 2 മീഡിയം സൈസിലെ സവാള, 3 പച്ചമുളക് നമുക്ക് എരിവിന് ആവശ്യത്തിന് എടുക്കാം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയും സാധനങ്ങളാണ് ഞാനിവിടെ കട്ട് ചെയ്ത് വച്ചിരിക്കുന്നത്. നമുക്കപ്പോൾ സ്റ്റൂ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, ഇഞ്ചി ഇവ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം അരിഞ്ഞു വച്ചിരിക്കുന്ന ക്യാരറ്റ്, ബീൻസ്, ഉരുളക്കിഴങ്ങ് ഇത്രയും ചേർത്ത് കൊടുക്കാം. പച്ചക്കറികൾ വേകാൻ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അടച്ചു വച്ച് വേകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമുക്ക് അടപ്പ് തുറന്ന് പച്ചക്കറികൾ വെന്തോ എന്ന് നോക്കാം. നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് തേങ്ങയുടെ 2ാം പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അരമുറി തേങ്ങയുടെ തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ സമയം പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്. പെപ്പർ പൗഡർ ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല. ഗ്രേവി കുറച്ചൊന്ന് തിക്കായി വരുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയം തേങ്ങയുടെ 1ാം പാൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അടുത്തതായി നമുക്ക് താളിച്ചു കൊടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ശേഷം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ചേർക്കാം. 2 കുഞ്ഞുള്ളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർക്കാം. 1 വറ്റൽമുളക് ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. കടുക് താളിച്ചത് സ്റ്റൂവിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ രുചികരമായ വെജിറ്റബിൾ സ്റ്റൂ ഇവിടെ തയ്യാറായിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളത് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും പൂരിയുടെയും ചപ്പാത്തിയുടെയും കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഞാനിവിടെ ഇടിയപ്പമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. പുതിയ കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.